ED കസ്റ്റഡിയിലിരിക്കെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇറക്കിയ ഉത്തരവ് വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ച മന്ത്രി അതിഷി. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ളതാണ് ഉത്തരവ്. देखिए, मुख्यमंत्री के तौर पर अरविंद केजरीवाल जी लगातार मंत्रियों के कामों का रिव्यू करते हैं, उनको आदेश देते हैं. हमें कभी सुबह फ़ोन पे कॉल करते थे, कभी व्हाट्सएप पे आदेश देते थे. हर विभाग के काम पर वो एक क्लोज सुपरविजन हमेशा बतौर मुख्यमंत्री रखते आए, क्योंकि अब वो केंद्र सरकार की हिरासत में है. वहाँ से भी उन्होंने पूरी निगरानी रखी हुई है. और क्योंकि पानी की समस्या गर्मियों में एक बड़ी समस्या हो सकती है. അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, അങ്ങനെ കസ്റ്റഡിയിലിരിക്കുമ്പോഴും ഡൽഹിയിലെ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് മുഖ്യമന്ത്രി എന്ന് അതിഷി വിശദീകരിക്കുന്നു. എന്തൊക്കെയാണ് അവർ വ്യക്തമാക്കിയ കാര്യങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെ അച്യുതൻ? ഉന്മേഷ്, കൃത്യമായ സൂചന തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ നൽകുന്നത്. അതായത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല, ജയിലിലാണെങ്കിൽ കൂടിയും അവിടെ ഇരുന്ന് തന്നെ ഡൽഹി ഭരിക്കും എന്നുള്ള സൂചനയാണ്. അതിന്റെ ആദ്യ തുടക്കമാണ് ഇന്ന് ഈ ജലവകുപ്പിന് നൽകിയിരിക്കുന്ന ഉത്തരവ്. ഈ ഉത്തരവാണ് അല്പം മുൻപ് മന്ത്രി അതിഷി വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. അത് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിഷി ഇപ്രകാരമാണ് അവതരിപ്പിച്ചത്. അതായത് വരുന്ന ഇനിയുള്ള മാസങ്ങൾ അത് വരൾച്ചയുടെ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ ജലസേചനവുമായി ബന്ധപ്പെട്ട് ഗുരുതര പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി ആവശ്യത്തിനുള്ള കുടിവെള്ളം അത് എത്തിക്കുവാൻ വാട്ടർ ടാങ്കറുകൾ അടക്കം ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, എല്ലാ മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. നല്ല രീതിയിൽ സർക്കാർ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിർദ്ദേശവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുകൂടി പ്രതികരിക്കുന്നുണ്ട്. ഡൽഹി ജനതയ്ക്ക് വേണ്ടി കേജ്രിവാൾ തുടർന്നും പ്രവർത്തിക്കും, നിസ്വാർത്ഥമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നുകൂടിയാണ് അതിഷി വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മറുവശത്ത് കേജ്രിവാളിന്റെ രാജിക്ക് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം BJP ചെലുത്തുന്നതിനിടയിലാണ് ഇത്തരമൊരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.